നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ ടെലിവിഷൻ ആയാലും മൊബൈൽ ആയാലും ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലേ? എന്റെ വീട്ടിലൊക്കെ പറയും എന്റെ ആത്മാവ് ഇരിക്കണേ മൊബൈലിലാണെന്ന്. ഏത് നേരം ഇതും കുത്തിക്കൊണ്ടിരിക്കാൻ എങ്ങനെ സാധിക്കുന്നതൊക്കെയാണ് എന്റെ വീട്ടിലൊക്കെ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇന്റർനെറ്റും മൊബൈലും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ലായിരിക്കും അല്ലേ? ഒരിടയ്ക്ക് ഒരു റിയാലിറ്റി ഷോ കണ്ടിരുന്നു. അതായത് ഇത്തരം കാര്യങ്ങളിൽ എല്ലാം അകന്ന് മാറി ഒരു കാട്ടിൽ ജീവിക്കുക കുറച്ച് പേര്, അങ്ങനെ ഒരു റിയാലിറ്റി ഷോ. പക്ഷെ കുറെ പേര് അവസാനം അതിൽ നിന്ന് ഇങ്ങനെ അവർക്ക് 2 ദിവസത്തിൽ കൂടുതലും 3 ദിവസത്തിൽ കൂടുതലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഈ എന്താണ് അത് ഈ സ്പ്ലിറ്റ് വില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെയൊക്കെ ശരിക്കും അവരുടെ ഇടയിൽ മാത്രം പുറം ലോകവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അടച്ചിടുമ്പോൾ ആൾക്കാരുടെ തനി സ്വരൂപം അല്ലെങ്കിൽ ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം പുറത്തു വരും. അത് പുറത്ത് വന്ന് ബിസിനസ് ആക്കാൻ മീഡിയ വേറൊരു രീതിയിൽ എങ്കിൽ പോലും ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതെ, ഒരു സംഭവമാണ് അല്ലേ? എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡപ്പ് ആക്കുന്നതും എല്ലാം ഈ ടെലികമ്മ്യൂണിക്കേഷൻ രംഗമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ ഇത്തരം ഒരു ദിവസം കൊണ്ടുവന്നത്. അപ്പൊ ആ ദിവസമാണ് ഇന്ന് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ ആണ് ഇന്ന്. അതെ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ എന്തെല്ലാം ആണെന്ന് പറഞ്ഞാൽ എന്തിലും നിങ്ങളിപ്പോൾ തൊടുന്നതിലും ഒക്കെ ഇപ്പോൾ ഒരു ടെലിവിഷൻ നിങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചാനൽ സ്റ്റേഷൻസിൽ നിന്നും സാറ്റലൈറ്റിലേക്ക് സിഗ്നൽസ് വിട്ട് ആ സാറ്റലൈറ്റ് ആണ് റിഫ്ലക്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക്. അപ്പം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പണ്ട് മറ്റേ ഫിലിം റോൾ ആയിരുന്നു, ഇപ്പൊ സാറ്റലൈറ്റ് വഴിയാണ് തിയേറ്റേഴ്സ്. അതെ, അത് മികച്ച ടെലികാസ്റ്റ് ക്വാളിറ്റി നേടാനാണ് സാറ്റലൈറ്റ് വഴി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്, അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല സാറ്റലൈറ്റ്സ് പോരാങ്ങിട്ട് മീറ്റിയോളജി, നമ്മൾ നാളത്തെ നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും, വെതർ കാലാവസ്ഥ കേൾക്കാത്ത ഒരു വാർത്താ ചാനലുകൾ ഉണ്ടാവില്ല. ചാനലിലും പറയുന്നതാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. തമാശക്ക് നമ്മൾ പറയും ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസമേ മഴ പെയ്യില്ല. എങ്കിൽ പോലും അതൊരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രെഡിക്റ്റീവ് ടെക്നോളജിയാണ്. അപ്പോൾ റേഡിയോ ബേസ്ഡ് ആയിട്ടും സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടും എന്തിന് ഇപ്പോൾ നമ്മുടെ ഫോണുകളിൽ, നമ്മുടെ പണ്ടൊക്കെ ലാൻഡ് ലൈൻസ് ആയിരുന്നു, ലാൻഡ് ലൈൻസിനാണെങ്കിലും വയർ ബേസ്ഡ്, ഒപ്റ്റിക് ഫൈബർ ബേസ്ഡും വയർ ബേസ്ഡും ആയിട്ടുള്ളത്, പിന്നെ ഒപ്റ്റിക് ഫൈബർ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ്, പിന്നെ നമ്മുടെ വോയിസ് കോളുകളും ഡേറ്റയും ഇപ്പൊ നേരിട്ട് കണ്ട് സംസാരിക്കാവുന്ന ഒരു ലെവലിലേക്ക് വരെ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉയർന്നിരിക്കുന്നു അല്ലേ? അതെ അതെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഉള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് അനുസരിച്ച് ഇന്ന് പണ്ടൊക്കെ നമ്മൾ കോൾഡ് വാർ എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ സ്പഷ്ടമായ കോൾഡ് വാർ എറയുണ്ടായിരുന്നു. പല രാജ്യങ്ങൾ തമ്മിലും ഭയങ്കര ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സിന് പ്രശ്നമുണ്ടായിരുന്ന ഒരു എറ. ഇതുപോലെ മറ്റൊരു എറയിലേക്ക്, ഡിജിറ്റൽ ഡിവൈഡ് എന്നൊരു എറയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ ടെലികമ്മ്യൂണിക്കേഷൻ അത്രത്തോളം അഡ്വാൻസ്ഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ ഡിജിറ്റൽ ഡിവൈഡ് നമുക്ക് കാണാം. അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നതും ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിവാക്കുക എന്ന്. ഇന്ത്യ പോലത്തെ ഒരു സ്ഥലത്ത് ഇപ്പോൾ 2G 3G എല്ലാം വളരെ വേഗം എത്തിയ ഒരു സ്ഥലത്ത് ഈ ഡിജിറ്റൽ ഡിവൈഡ് വലുതായിട്ട് കാണുന്നില്ല. നമ്മളതിനെ നമ്മളതിനെ കാണുന്നത് ജനറേഷൻ ഗ്യാപ്പ്. ഇപ്പോൾ നമ്മുടെ അമ്മൂമ്മയും നമ്മളും തമ്മിലുള്ള ആ ഒരു ജനറേഷൻ ഗ്യാപ്പ്. അത് അങ്ങനെ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഒരു വളരെ ഉൾനാടൻ പ്രദേശങ്ങളിൽ, ഇപ്പൊ ജയ്പൂരിലെയോ ബീഹാറിലെയോ അങ്ങനെ വളരെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഒരിക്കലും ഇത്തരം സംവിധാനങ്ങളൊന്നും എത്താത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഇത്തരം ഗ്രാമങ്ങളും നമ്മുടെ കേരളം പോലെയുള്ള വികസിത സംസ്ഥാനങ്ങളും തമ്മിൽ നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. ഇന്ത്യയുടെ സീൻ വളരെ വ്യത്യാസമാണ്. കാരണം മൊബൈൽ റേഞ്ച് എത്താത്ത സ്ഥലമില്ല ഇന്ത്യയിൽ. നമുക്ക് അത് ജാമേഴ്സ് വെച്ച് പ്രൊട്ടക്ട് ചെയ്ത സ്ഥലമല്ലാതെ ഇന്ത്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു പാച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ആ കാര്യത്തിൽ വളരെയധികം ഡെവലപ്ഡ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ എന്നുള്ള ഒരു ദിവസം ഇങ്ങനെ ഒരു മെസ്സേജുമായി ഇത്തരം വിശേഷങ്ങളുമായി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് കണ്ടിട്ട് വരാം അല്ലേ? കൗമുദി ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സജന ഹരി. ഞാൻ ഓൺലൈൻ കേറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഓൺലൈൻ കാറ്ററിംഗ് ചെയ്യുന്നു.
വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒരു ഫീൽഡാണ്. സ്ത്രീകൾക്ക് ഏവർക്കും അത് ചെയ്യാവുന്നതാണ്. ആദ്യം വളരെ കുറച്ച് കസ്റ്റമേഴ്സിനായിരുന്നു ഞാനിത് ചെയ്തിരുന്നത്. കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് നോൺ വെജ് ആണ് ചോദിക്കുന്നത്. കോണ്ടിനെൻ്റൽ വിഭവങ്ങളും കേക്ക് മേക്കിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ 1.5 വർഷമായിട്ട് ഈ കേറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണ്. പിന്നെയും അവരുടെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടാണ് കസ്റ്റമേഴ്സ് ഓരോരുത്തരും വരുന്നത്. ചെറിയ ചെറിയ ഫങ്ഷൻസാണ് ഞാനിപ്പോൾ ചെയ്യുന്ന. ബാപ്റ്റിസം, ബർത്ത്ഡേ അങ്ങനെയുള്ള ഫങ്ഷനാണ് എനിക്കിപ്പോൾ വരുന്നത്. ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത കപ്പയും മീൻകറിയും ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ ഫിഷ് മോളി അങ്ങനെയുള്ള ഐറ്റംസുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കേക്ക് ബേക്കിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഇപ്പോൾ കേക്ക് യൂസ് ചെയ്തവർ ഒരുപാട് പേര് പിന്നെയും ചോദിച്ചു വരുന്നുണ്ട്. ഏവർക്കും ചെയ്യാവുന്ന ഒരു മേഖലയാണിത്. അധികം ബഡ്ജറ്റ് ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ആദ്യം ഞാനിത് എൻ്റേതായിട്ടുള്ള റെസിപ്പീസാണ് ആദ്യം കേക്ക് മേക്കിങ്ങിന് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ കസ്റ്റമേഴ്സ് വരുന്നതനുസരിച്ച് ഞാനിത് കൂടുതൽ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ട് ചെയ്തു തുടങ്ങി. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എൻ്റെ കേക്ക് യൂസ് ചെയ്യുന്നവർക്ക്. ചിലവർ നല്ലൊരു കമൻറ്റ് പറയാറുണ്ട്. ഓരോരുത്തരോടും ഞാൻ കേക്ക് യൂസ് ചെയ്യുന്നവരോട് മേടിക്കുന്നവരോട് അവരുടെ ഫീഡ്ബാക്ക്, കേക്കിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഞാൻ കൂടുതലും ചോദിക്കാറുണ്ട്. തുടക്കത്തിൽ ഓരോ ഫാമിലി 5 പേരടങ്ങുന്ന ഫാമിലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബിൽഡേഴ്സ്, കുറേ കാലം ബിൽഡേഴ്സിൻ്റെ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ലഞ്ച്, പിന്നെ ഈവനിങ് സ്നാക്സ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സ്കൂളിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ലഞ്ച് സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റിലുള്ളവർക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസി ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഫ്ലാറ്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന അനുസരിച്ചിട്ടുള്ള ഫുഡുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹോംലി ഫുഡാണ് കൊടുക്കുന്നത്. വളരെയധികം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല നീറ്റായിട്ടുള്ളതും കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്തും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങാറുണ്ട്. നോൺ വെജിറ്റേറിയൻ ഫുഡുകളാണ് കൂടുതൽ കസ്റ്റമേഴ്സും ചോദിക്കുന്നത്. കോണ്ടിനെൻ്റൽ ഫുഡാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. പ്രത്യേകമായിട്ട് ഞാൻ ബീഫ് ടെൻഡർലോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റീക്ക് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ബീഫ് ടെൻഡർലോയിനാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നത്. ടെൻഡർലോയിനിൽ തന്നെ ലോ കാർബ്സ് ആയിട്ടുള്ള ഒരു ബീഫ് ടെൻഡർലോയിനാണ് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അത് ഒരുപാട് പേര് അത് ചോദിച്ചു വരുന്നുണ്ട്. ഞാനൊരു സ്ഥാപനത്തിൽ PSN MHയിൽ ഞാൻ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം ഞാൻ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ്, കേക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് എൻ്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു, കപ്പയും മീനും ചേച്ചിക്ക് ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കപ്പയും മീനും കൊടുത്തു. അതിനുശേഷം ഇത് വളരെ നല്ലൊരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഇതിനകത്ത് തോന്നുന്നുണ്ട്. മെയിൻലി എനിക്ക് കുക്കിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറുതിലേ തന്നെ ചെറിയ റെസിപ്പീസും മാഗസിനിലും ബുക്കുകളിലും കാണുന്നത് ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നീടാണ് അത് ഓരോന്ന് ചെയ്തു വന്നപ്പോൾ അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കേക്ക് മേക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട്
കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കൂടി കേൾക്കുമ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ, അത് ചെയ്യുന്നതിലുള്ള ഇത് കൂടാതെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഏവർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ്. ചില ഹോംലി ഫുഡായതുകൊണ്ട് നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് വേണ്ട, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇന്നത്തെ കാലത്ത് യൂട്യൂബിലും മറ്റും ഒരുപാട് ട്യൂട്ടോറിയൽ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ അറിയാത്തവരാണെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാം. നമ്മൾ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സുകൾ വഴിയോ ഒക്കെ നോക്കിയിട്ട് ഓരോന്നും ചെയ്യാവുന്നതാണ്. ഞാനിത് ചെറിയൊരു ഹോബി പോലെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഇതുപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻസും വളരെ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഫിനാൻഷ്യലിയും നമുക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള ഒരു മേഖലയാണിത്. എനിക്ക് ഒരു പേജുണ്ട്, അച്ചൂസ് ഹോം കിച്ചൺ, FBയിൽ ഒരു പേജുണ്ട്. അതിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പറും എല്ലാം, പിന്നെ ഞാൻ ഇതുവരെ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ള ഫുഡ് ഐറ്റംസും വളരെ കുറച്ച് ഫുഡ് ഐറ്റംസും എല്ലാം അതിനകത്തേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഓരോരുത്തർ എന്നെ ആ നമ്പറിൽ വിളിക്കാറുണ്ട്, വിളിക്കുന്നതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു കസ്റ്റമർ, ഒരു ലിസ്ബത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു കസ്റ്റമർ എൻ്റെ ബട്ടർ ഐസിങ് കേക്ക് വാങ്ങിയായിരുന്നു. പിന്നെ ബീഫ് ടെൻഡർ ലോയിൻ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഈറ്റ് കൊച്ചിൻ എന്നുള്ളൊരു പേജുണ്ട്. അതിൽ അവർ വളരെ നല്ലതാണ്, വളരെ യമ്മിയാണ് എന്നൊക്കെ പ്രൊവൈഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നിൽ നിന്ന് അത് വാങ്ങിയായിരുന്നു. ഇൻഫോ പാർക്ക് അങ്ങനെ ഫ്ലാറ്റിലുള്ളവരൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. കൂടുതലും ബാച്ചിലേഴ്സാണ് ബീഫ് ടെൻഡർ ലോയിൻ ചോദിച്ചു വരുന്നത്. അത് വളരെ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നുവെച്ചാൽ ബീഫ് ഗ്രിൽ ചെയ്തിട്ടാണ്, അധികം മസാലയും ഓയിൽ ഒട്ടും തന്നെ ചേർക്കാതെയുള്ള ഒരു നല്ലൊരു വിഭവമാണത്. ഓർഡറുകൾ കൂടുന്നതനുസരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടാക്കുന്ന ഫുഡ് രുചികരമാണെന്ന് എല്ലാവരും പറയുന്നതുകൊണ്ട് എനിക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള, ഒരുപാട് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം.